ഈ FCRA ഔദാര്യമല്ല അവകാശമാകുമെന്ന് ജോർജ് കുര്യൻ പറയുന്നത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഇതിനകത്ത് സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ കാര്യത്തെ പറ്റി ആലോചിച്ച് എന്താണത് പ്രസക്തി എന്നേ മനസ്സിലാവുന്നില്ല. അത് പോട്ടെ, ആശങ്കയില്ല എന്ന് BJP നേതാക്കൾ പറയുന്നത് അത് വെറുതെയാണെന്നും വലിയ ആശങ്ക ഈ പറയുന്ന മേഖലകൾ മുഴുവനുണ്ട് എന്നുള്ളത് സഭാ പിതാക്കന്മാരുടെ പ്രതികരണങ്ങൾ ഇന്നലെ അടക്കം വ്യക്തമായതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അപ്പോൾ സഭയിൽ ഇന്ന് ഒരു കടുത്ത പ്രതിഷേധത്തിന്റെ ദിവസമാണെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അർജുൻ, അശ്വി, പ്രതിഷേധം തീർച്ചയായിട്ടും ഉണ്ടാകും. ഇതിൽ സഭകൾക്കും അതുപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗത്തിനും ഒന്നടങ്കം ആശങ്കയുണ്ട്. ആ ആശങ്ക പല തലത്തിൽ അവർ അറിയിച്ചിട്ടുമുള്ളതാണ്. ഇന്ന് രാവിലെ ഇതിനോടകം തന്നെ പാർലമെന്റ് കവാടത്തിന് മുന്നിൽ എന്തായാലും ഈ പ്രതിഷേധം പ്രതിപക്ഷ MP-മാർ ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയതായി ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ ബില്ല് ഇന്ന് ചർച്ചയ്ക്കെടുക്കാൻ സാധ്യതയില്ല എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വന്നിരിക്കുന്നത്. അതായത് കേരളത്തിൽ നിന്നടക്കം BJP നേതാക്കൾ MP-മാരും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ ഏറെ വൈകിയടക്കം കേന്ദ്ര സർക്കാർ പ്രതിനിധികളുമായി ചർച്ച നടത്തിയിരുന്നു. ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഈ ബില്ല് ചർച്ചയ്ക്കെടുക്കുന്നത് വലിയ രീതിയിലുള്ള തിരിച്ചടിയാകും, അത് ന്യൂനപക്ഷത്തിന് വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട് എന്നുള്ള കാര്യം അറിയിച്ചിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഇന്ന് എന്തായാലും ഈ ബില്ല് ഉണ്ടാകില്ല, ചർച്ചയ്ക്കെടുക്കില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഈ ഒരു ഘട്ടത്തിൽ എന്തായാലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അത് സഭ കേന്ദ്രീകരിച്ചായാലും മറ്റ് പ്രതിപക്ഷ MP-മാർ അതുപോലെ തന്നെ ഭരണപക്ഷ പ്രതിനിധികളായി കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ പലതരത്തിലും കേന്ദ്ര സർക്കാരുമായി ഈ ആശങ്ക പങ്കുവച്ചിരുന്നു. അതിൽ തന്നെ പലതരത്തിലും സമ്മർദ്ദം ചെലുത്തി നോക്കിയിരുന്നു. എന്തായാലും ഇന്ന് ആദ്യഘട്ടത്തിൽ 2 ബില്ലുകൾ രാവിലെ എടുക്കുക, അതിനുശേഷം ഉച്ചയോടെ 2 മണിക്ക് ശേഷം ഈ FCRA നിയമ ഭേദഗതി ബില്ല് ചർച്ചയ്ക്ക് എടുക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്കായിരുന്നു കേന്ദ്ര സർക്കാർ എത്തിയിരുന്നത്. തുടർന്ന് 3 മണിക്കൂർ ഈ ബില്ലിൽ ചർച്ച, അതിനുശേഷം ഇന്ന് ലോക്സഭയിൽ തന്നെ പാസ്സാക്കുക എന്നുള്ള കാര്യത്തിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു ബില്ല് ലോക്സഭയിൽ ലിസ്റ്റ് ചെയ്തിരുന്നത്. എന്നാൽ ഏറ്റവും ഒടുവിലത്തെ ഇന്നലെ രാത്രിയോടെ എല്ലാം തന്നെ അടുപ്പിച്ച് നടത്തിയുള്ള ചർച്ചകൾ മാത്രമല്ല കേരള BJP നേതാക്കളുടെ ഇടപെടലുകൾ അതുപോലെ തന്നെ പ്രതിപക്ഷ MP-മാരുടെ ഇടപെടലുകൾ ഇതിന്റെ എല്ലാം ഭാഗമായി ഇന്ന് എന്തായാലും ഈ ലോക്സഭയിൽ അത് ചർച്ചക്കെടുക്കുന്നില്ല എന്ന് കരുതി ആശങ്ക ഇല്ലാതാകുമെന്ന് പറയാമോ? ഇപ്പൊ താൽക്കാലികമായി ചർച്ചക്കെടുക്കുന്നില്ലെന്ന് പറയുമ്പോഴും ഇത് നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നവർക്കെതിരെയൊക്കെയാണ് എന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ സഭയ്ക്കകത്ത് പറഞ്ഞതിന് ഇതിനോടകം തന്നെ പുറത്തുണ്ട്. ഇത്രയധികം ആശങ്കകൾ അതിനോടകം തന്നെ പുറത്തുണ്ട്. മാത്രമല്ല അതിൻ്റെ ഈ പറയുന്ന ഭേദഗതിയുടെ ചാപ്റ്റർ 3A വായിച്ചാലൊക്കെ കടുത്ത കർശനമായ നിയന്ത്രണങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇത് ബില്ല് ചർച്ചക്കെടുക്കേണ്ടതില്ല, ഇന്നെടുക്കാതിരുന്നാൽ ആശങ്ക മാറുമോ അർജുൻ? അശ്മി, ആശങ്ക മാറുന്നില്ല. കാരണം ഇത് ഇന്നത്തേക്ക് മാത്രമാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അടുത്ത സഭാ സമ്മേളനത്തിന്റെ സമയത്ത് വീണ്ടും FCRA ബിൽ കൊണ്ടുവരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അത് മാത്രമല്ല ചർച്ച നടത്തി പാസ്സാക്കാനുള്ള എല്ലാ സാധ്യതയും ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. പക്ഷേ അതിൽ സഭകൾ അറിയിച്ചിരിക്കുന്ന കാര്യം ഇതിൽ ക്രൂരമായിട്ടുള്ള ചില വ്യവസ്ഥകൾ, അതായത് ആസ്തി കണ്ടുകിട്ടുന്നത് അടക്കമുള്ള വ്യവസ്ഥകൾ, ആ വ്യവസ്ഥകൾ എടുത്തു മാറ്റി വീണ്ടും അവതരിപ്പിക്കണമെന്നുള്ളൊരു ആവശ്യമായിരുന്നു എന്തായാലും സഭകളും അതുപോലെ തന്നെ പ്രതിപക്ഷ MP-മാരും ഒന്നടങ്കം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത്തരത്തിൽ കൂടുതൽ ഭേദഗതികൾ വരുത്താൻ വേണ്ടി പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിട്ട് കൂടുതൽ ചർച്ചകൾ നടത്തി ആവശ്യമായിട്ട് ഈ ആസ്തി കണ്ടുകിട്ടുന്ന വ്യവസ്ഥകളടക്കം ഒഴിവാക്കി അത്തരത്തിലുള്ള ഭേദഗതികൾ വരുത്തിക്കൊണ്ട് വീണ്ടും പുനരവതരിപ്പിച്ച് പാസ്സാക്കിക്കോളൂ എന്നുള്ളൊരു കാര്യമാണ് എന്തായാലും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആ ഒരു സമയം തേടിയിട്ടുണ്ടായിരുന്നു. അക്കാര്യത്തിലാണ് ഇപ്പോൾ എന്തായാലും ആശ്വാസമെന്ന് പറയാൻ സാധിക്കുക. അതായത് നിലവിൽ പെട്ടെന്ന് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്നു, മാത്രമല്ല വലിയ തോതിൽ ആശങ്കയുണ്ടാകുന്നു. ഇന്ന് ഈ സഭയിൽ ഇത് പാസ്സാക്കും, അങ്ങനെയാണെങ്കിൽ നാളെ രാജ്യസഭയിലേക്ക് വരുന്നു, അവിടെ പാസ്സാകുന്നു, ഉടൻ തന്നെ നിയമമാകുന്നു എന്ന് പറഞ്ഞ് കാട്ടുതീ പോലെയായിരുന്നു ഈ ആശങ്ക കഴിഞ്ഞ 1-2 ദിവസമായി എത്തി നിന്നിരുന്നത്. അതിലാണ് ഇപ്പോൾ എന്തായാലും ഒരു താൽക്കാലിക ആശ്വാസമായിട്ടുണ്ടാകും എന്നുള്ള കാര്യം പറയാൻ സാധിക്കുക. എന്നാൽ അടുത്ത സഭാ കാലയളവിൽ വീണ്ടും FCRA ബില്ല് ലിസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയാവുന്നതേ ഉള്ളൂ. പക്ഷേ അപ്പോഴും അതിൽ ഈ ഭേദഗതി വരുത്തുമോ, ആ ഒരു കാലയളവിൽ ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ, ചർച്ചകൾ, അതിലൂടെ ഉരുത്തിരിഞ്ഞുകൊണ്ട് ഈ ആശങ്കകൾക്ക് ഒരു സമാധാനം ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ് വലിയ ആശങ്ക. ആ വിഷയത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾക്കുണ്ട് എന്ന കാര്യം തർക്കം വേണ്ട. അപ്പോൾ തൽക്കാലം ചർച്ചക്കെടുക്കുന്നില്ല, ആ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് എന്ന് കരുതി ആശങ്കയില്ലാതാവുന്നുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.